ഹലോ ഡിയർ സ്റ്റുഡൻസ്, SSLC പബ്ലിക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ. ഇതിൽ വളരെ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ പറയുന്ന നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് SSLC പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എക്സ് സ്ക്വയർ, അവിടെ പി ഓഫ് എക്സ് കൊടുത്തിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15. അങ്ങനെയാണെങ്കിൽ അവിടെ പി ഓഫ് 5 എത്ര എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പി ഓഫ് 5 എത്ര? ഫൈൻഡ് പി ഓഫ് 5. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ഒരു ഇക്വേഷനിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഈ പി ഓഫ് എക്സ് കിട്ടിയിട്ടുണ്ട്, ഈ എക്സ് സ്ക്വയർ അതേപോലെ 2x മൈനസ് 15. ഇതിലൊക്കെ എക്സിന് പകരം ഇപ്പോൾ നമുക്കറിയാം പി ഓഫ് 5 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സിന് പകരം ഒക്കെ എന്ത് ചെയ്യുക? 5 എഴുതാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എക്സ് സ്ക്വയർ എന്നാ. അപ്പോൾ എക്സിന് പകരം 5 എഴുതിയാൽ എന്ത് വരും? 5 സ്ക്വയർ. അത് കഴിഞ്ഞാൽ പ്ലസ് ആണ്, അവിടെ ആ പ്ലസ് ഇട്ടു. ഇനി എന്താണ്? 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗുണിക്കണം എക്സ് എന്നാണ്. അപ്പോൾ 2 ഗുണിക്കണം എക്സിന് പകരം എന്താ എഴുതേണ്ടത്? 5. അപ്പോൾ 2 ഗുണിക്കണം 5. ഇനി അവിടെ കുറക്കണം 15. അപ്പോൾ അവിടെ എക്സ് ഇല്ല, ആ നമ്പർ അതേപോലെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ 5ൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 25 പ്ലസ് 2 ഗുണിക്കണം 5. 2 5 എത്ര വരുന്നത്? 10. കുറക്കണം 15. 25 10 എത്രയാണ്? 35. 35 15 കുറച്ച് കഴിഞ്ഞാൽ 20. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് 5 എന്നുള്ള ആൻസർ 20 എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സിനെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. ഇതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയി എഴുതാനാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ മായ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ ഇക്വേഷൻ എഴുതിയതിന് ശേഷം, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 എന്ന് എഴുതിയതിന് ശേഷം ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് എഴുതി കൊടുക്കുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇതിൽ നിന്നും എ പ്ലസ് ബി ഈക്വൽ ടു എന്ന് എഴുതാം. എ പ്ലസ് ബി സമം എ പ്ലസ് ബിക്ക് തുല്യമാണ്. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ എക്സ് ഉണ്ടല്ലോ, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാ? അതിൻ്റെ ചിഹ്നം കൂടി ശ്രദ്ധിക്കണം. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ +2 ആണ്. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞ് അവിടെ എഴുതുമ്പോൾ ഈ +2ൻ്റെ ചിഹ്നം മാറ്റി എഴുതണം. അപ്പോൾ +2ൻ്റെ ചിഹ്നം മാറ്റി എന്താ വരുന്നത്? -2. അപ്പോൾ എ പ്ലസ് ബി സമം -2. ഇനി എ ബി സമം, ഈ 2 രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. എ പ്ലസ് ബിയും എ ബിയും എഴുതാം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ ചിഹ്നം മാറ്റി എഴുതാം. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇല്ലാത്ത നമ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ചിഹ്നം മാറ്റരുത്. എ പ്ലസ് ബി സമം മാത്രമേ ചിഹ്നം മാറ്റേണ്ടതുള്ളൂ. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നം മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ -15. ഇനി നോക്കൂ, എയും ബിയും 2 സംഖ്യകളാണ്. 2 സംഖ്യ കൂട്ടിയാൽ -2ഉം അതേ 2 സംഖ്യ ഗുണിച്ചാൽ -15 കിട്ടണം. അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 2 സംഖ്യ കൂട്ടിയാൽ -2ഉം 2 സംഖ്യ ഗുണിച്ചാൽ -15. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, ഇവിടെ 2 സംഖ്യ ഗുണിച്ചാൽ 15 ആണല്ലോ, -15 ആണല്ലോ. 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 2 എണ്ണത്തിൻ്റെയും ചിഹ്നം വേറെ വേറെ ചിഹ്നമാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആൻസറിൻ്റെ ചിഹ്നം മൈനസ് ഉണ്ടാവുള്ളൂ. അതായത് ഒരു നമ്പറിൻ്റെ ചിഹ്നം പ്ലസും രണ്ടാമത്തെ നമ്പറിൻ്റെ ചിഹ്നം മൈനസും ആണെങ്കിൽ ആ ഉത്തരത്തിൻ്റെ ചിഹ്നവും എന്ത് തന്നെയായിരിക്കും? മൈനസ് ആയിരിക്കും. 2ഉം പ്ലസ് ആണെങ്കിലും 2ഉം മൈനസ് ആണെങ്കിലും ഗുണിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ചിഹ്നം എന്ത് തന്നെയാണ്? പ്ലസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണ്. ഇനി 15, ഏതൊക്കെ സംഖ്യ ഗുണിച്ചാൽ 15 കിട്ടും? 3 × 5, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. 3 × 5 15 ആണ്. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആക്കി കൊടുത്താൽ ഈ പറഞ്ഞ ആൻസർ കിട്ടും. ഈ 2 സംഖ്യ കൂട്ടുമ്പോൾ ഉത്തരം മൈനസ് വരണമെങ്കിൽ വലിയ നമ്പറിൻ്റെ ചിഹ്നമായിരിക്കും മൈനസ്. അപ്പോൾ +3ഉം -5ഉം ആൻസർ എത്രയാണ്? -2 ആണ്. അപ്പോൾ നമുക്കിവിടെ എ ബി എന്ന് പറഞ്ഞ് 2 നമ്പറുകൾ എഴുതി കൊടുക്കാം. ഈ 2 നമ്പറുകൾ, ഒരെണ്ണം +3ഉം മറ്റേത് -5ഉം. അത് എയോ ബിയോ ഏതാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. തൽക്കാലം ഞാനിവിടെ +3 -5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി
പ്രൊഡക്റ്റായിട്ട് ഇതിൻ്റെ ഗുണനഫലമായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എക്സ് മൈനസ് എ എന്നുള്ളിടത്ത് എന്ത് എഴുതണം? എക്സ് മൈനസ്, ഇതാണ് നമ്മളുടെ ഗുണനഫലം. അതിൽ എയും ബി ആണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ എക്കും ബിക്കും പകരം ഈ നമ്പറുകൾ എഴുതാം. അപ്പോൾ എക്സ് മൈനസ് എ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ്, ഈ എക്സ് ഇവിടെ എഴുതി, ഈ മൈനസ് ചിഹ്നം ഇവിടെ ഇട്ടു. ഇനി ബി എത്രയാണ്? -5 അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആയി മാറും. അപ്പോൾ ഇവിടെ ആൻസർ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 5. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പി ഓഫ് 3 കാണുക. നേരത്തെ നമ്മൾ ചെയ്തതാണ്. എക്സിന് പകരം 3 കൊടുത്തു കഴിഞ്ഞാൽ 3² പ്ലസ് 2 ഇൻറ്റു എക്സ് എന്നാണ്. 2 ഗുണിക്കണം എക്സ് എന്നാണ്. അപ്പോൾ 2 ഗുണിക്കണം എക്സിന് പകരം 3 മൈനസ് 15. 3ൻ്റെ സ്ക്വയർ എത്ര? 9. ഞാൻ താഴേക്ക് എഴുതുന്നുണ്ട്. 9 കൂട്ടണം 2 ഗുണിക്കണം 3 6 മൈനസ് 15. 9 6 കൂട്ടി എത്ര? 15. 15 15 കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പോൾ ശിഷ്ടം 0 കിട്ടി. ഇനി അതിൽ ബി ക്വസ്റ്റ്യന് എക്സ് മൈനസ് 3 ഇതിൻ്റെ ഫാക്ടർ ആണോ എന്നുള്ളതാണ്, ഘടകമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഘടകമാണോ എന്ന് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുക? ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണോ എന്നുള്ളത് നോക്കാൻ. ഇപ്പോൾ ഇവിടെ എക്സ് മൈനസ് 3 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഘടകമാണോ എന്ന് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിഹ്നം മാറ്റിയത്, അവിടെ -3 അല്ലേ, അതിൻ്റെ ചിഹ്നം മാറ്റി എന്താ? +3. അപ്പോൾ എക്സിനൊക്കെ 3 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 0 കിട്ടുകയാണെങ്കിൽ അത് ഘടകമാണ്, ഫാക്ടറാണ്. അപ്പോൾ നമ്മളിവിടെ എ ക്വസ്റ്റ്യനിൽ കണ്ടെത്തിയിട്ടുണ്ട്. എ ക്വസ്റ്റ്യനിൽ പി ഓഫ് 3 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ -3 ആയതുകൊണ്ടാണ് ഇവിടെ +3 ചെയ്തത്. ഇവിടെ +3 ആണെങ്കിൽ ഇത് -3 ആയിരിക്കും. അപ്പോൾ പി ഓഫ് 3 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ 0 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 3 ഇതിൻ്റെ ഫാക്ടറാണ് അഥവാ ഘടകമാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. x² മൈനസ് 9x പ്ലസ് 14. അതിൽ പി ഓഫ് 1 എത്ര? നമ്മൾ ഇതുവരെ ചെയ്ത അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സിനൊക്കെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1² മൈനസ് 9 ഗുണിക്കണം 1 പ്ലസ് 14. 1ൻ്റെ സ്ക്വയർ എത്ര? 1 കുറക്കണം 9 ഗുണിക്കണം 1 9 തന്നെ പ്ലസ് 14. അപ്പോൾ അതിൽ പോസിറ്റീവ് നമ്പറുകൾ ആദ്യം കൂട്ടുക. 1ൻ്റെ ചിഹ്നം പ്ലസ് അല്ലേ, അവിടെ ചിഹ്നം കൊടുത്തിട്ടില്ലെങ്കിൽ അത് പ്ലസ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഈ 1ഉം 14ൻ്റെ ചിഹ്നവും പ്ലസ്. ഒരു സംഖ്യയുടെ ഇടത്തെ ഭാഗത്താണ് ചിഹ്നം ഉണ്ടാവുക. അപ്പോൾ 1ഉം 14ഉം കൂട്ടിയ എത്ര? 15. 15ന്ന് 9 കുറച്ച് എത്ര? 6. അപ്പോൾ പി ഓഫ് 1 എത്രയാണ്? 6 ആണ്. ബി ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1ൻ്റെ 1ാം കൃതി ഘടകം എഴുതുക. അപ്പോൾ പി ഓഫ് എക്സ് ഇതാണ്. ഇതിൽ നിന്ന് പി ഓഫ് 1 6 കുറക്കുക എന്ന് വെച്ചാൽ ഇവിടെ x² മൈനസ് 9x പ്ലസ് 14. ഇതിൽ നിന്ന് 6 കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ബഹുപദം കിട്ടും. അപ്പോൾ x² മൈനസ് 9x, ഇവിടെ 14ന്ന് 6 കുറക്കാൻ നമുക്ക് കഴിയുള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ എഴുതാം. x² മൈനസ് 9x 14ന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ എത്ര ആൻസർ വരിക? പ്ലസ് 8. 14ന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 8. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ബഹുപദം കിട്ടി. ഇനി ഇവിടെ നമുക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട് പി ഓഫ് 1 6 ആണ്. ആ കിട്ടിയ 6 ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ പി ഓഫ് 1 അതിൻ്റെ ഘടകമായിരിക്കും, ഫാക്ടറായിരിക്കും. അപ്പോൾ പി ഓഫ് 1ൻ്റെ 1ാം കൃതി ബഹുപദങ്ങളുടെ ഗുണഫലമായി എഴുതുക. അതാണ് സി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ 1ാം കൃതി ഘടകം എഴുതുക എന്നാണ്. അപ്പോൾ നമുക്ക് സി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉപയോഗിച്ചും ഇതിൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ ഇവിടെ പി ഓഫ് 1 അപ്പോൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച് പി ഓഫ് 1 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പി ഓഫ് 1 എന്നുള്ള ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എക്സ് മൈനസ് 1 എന്ന് എഴുതി കൊടുക്കാം. ഇനി സി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ആൻസർ കിട്ടും. സി ക്വസ്റ്റ്യൻ 1ാം കൃതി ബഹുപദങ്ങളുടെ ഗുണഫലമായി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ x² മൈനസ് 9x പ്ലസ് 8 സമം എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എഴുതുക. എ പ്ലസ് ബി സമം എന്താ വരിക?
എക്സിനെ ഗുണിക്കുന്ന സംഖ്യയുടെ ചിഹ്നം മാറ്റി എഴുതണം. അത് -9 ആണെങ്കിൽ +9 എഴുതാം. എ ബി സമം എന്താ വരിക? എക്സ് ഇല്ലാത്ത നമ്പർ 8. അതിന് ചിഹ്നം മാറ്റണ്ട. അപ്പോൾ രണ്ട് സംഖ്യ കൂട്ടിയാൽ 9ഉം ഗുണിച്ചാൽ 8ഉം കിട്ടണം. അപ്പോൾ ഏതൊക്കെ സംഖ്യ ഗുണിച്ചാൽ 8 കിട്ടുക? ഇപ്പോൾ 2 × 4 ഗുണിച്ചാൽ 8 ആണ്. പക്ഷേ ഇത് കൂട്ടിയാൽ 9 കിട്ടുമോ? ഇല്ല. അപ്പോൾ വേറെ നമ്പർ നോക്കുക. 1 × 8 ഗുണിച്ചാൽ 8 ആണ്, കൂട്ടി 9 അല്ലേ? അപ്പോൾ നമുക്കിവിടെ രണ്ട് ആൻസറുകൾ എ സമം 1ഉം ബി സമം 8ഉം ഇങ്ങനെ കൊടുക്കാം. ഇനി x - a × x - b കൊടുത്തു കഴിഞ്ഞാൽ x - a 1 ഇൻറ്റു x - b 8 ആണ്. അപ്പോൾ നമുക്ക് ഇതേ ആൻസർ കിട്ടും. നേരത്തെ നമുക്ക് x - 1 കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഘടകമാണ്, ഫാക്ടറാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിവിടെ സി ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി. ഇനി ഡി ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 സമം 0 എന്ന സമവാക്യത്തിൻ്റെ പരിഹാരങ്ങൾ എന്താ, സൊല്യൂഷൻസ് എന്താണെന്നുള്ളതാണ് സി ക്വസ്റ്റ്യൻ. ഇതിൻ്റെ സൊല്യൂഷൻസ് അപ്പോൾ നമ്മളിവിടെ കണ്ടെത്തിയത് തന്നെയാണ്. ഈ എ ബി എന്ന് പറഞ്ഞ് കിട്ടിയ ഈ നമ്പറുകൾ തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് 1ഉം 8ഉമാണ്. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് നേരിട്ട് ഒരു പോളിനോമിയൽ ബഹുപദത്തിന് x - a × x - b തന്നിട്ടുണ്ട്. a + bയുടെ വില എത്ര? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a + b? a + b എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ ചിഹ്നം മാറ്റി എഴുതാം. അപ്പോൾ -9 ഉള്ളത് എന്താവും? +9 ആയി. ഇനി എ ബി എത്ര? എ ബി എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാത്ത നമ്പർ 18. സി ക്വസ്റ്റ്യൻ x² - 9x + 18 സമം 0 എന്ന സമവാക്യത്തിൻ്റെ പരിഹാരങ്ങൾ, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താനാണ്. നേരത്തെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ എയും ബിയും കണ്ടെത്തിയാൽ മതി. അപ്പോൾ എന്തായിരിക്കും? a + b രണ്ട് സംഖ്യ കൂട്ടിയാൽ 9 കിട്ടണം. എ ബി രണ്ട് സംഖ്യ ഗുണിച്ചാൽ 18 കിട്ടണം. അപ്പോൾ ഏതൊക്കെ സംഖ്യ ഗുണിച്ചാലാ 18 കിട്ടുക? 2 × 9 18 ആണ്. പക്ഷെ നമുക്കത് കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടുമോ? 2 × 9 18, അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടില്ല. അപ്പോൾ 18 കിട്ടുന്ന വേറെ ഏതെങ്കിലും നമ്പറുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. 3 × 6 അതും 18 ആണല്ലോ. 3ഉം 6ഉം കൂട്ടിയാലോ? നമുക്ക് രണ്ട് സംഖ്യ കൂട്ടിയാൽ 9 കിട്ടണം. 3ഉം 6ഉം കൂട്ടിയാൽ 9 ആണ്. അപ്പോൾ നമുക്കിവിടെ എയും ബിയും എത്രയായിരിക്കും? 3ഉം 6ഉമായിട്ട് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ 3ഉം 6ഉമായിരിക്കും. ഇനി ഡി ക്വസ്റ്റ്യൻ x² - 9x + 18 ഇത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അപ്പോൾ x - a × x - b എന്നുള്ളതിൽ എക്കും ബിക്കും ആ വിലകൾ കൊടുക്കുക. അപ്പോൾ x - a എത്രയാണ് നമ്മൾ എഴുതുന്നത്? 3 ആണ്. ഇനി a സമം 6 b സമം 3 എഴുതിയാലും ആൻസർ ശരി തന്നെയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമല്ല. അപ്പോൾ x - 3 ഗുണിക്കണം x - b എന്നുള്ളത് 6 ആണ്. അപ്പോൾ x - 3 ഗുണിക്കണം x - 6. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരും. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു പോളിനോമിയൽ ഇവിടെ ഒരു ബഹുപദം തന്നിട്ടുണ്ട് 5x² - 3x - 2. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൊല്യൂഷൻസോ അല്ലെങ്കിൽ പരിഹാരങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ x - a × x - b ചെയ്യാൻ കഴിയില്ല. കാരണം ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ x² മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഇതേപോലെ വേറെ സംഖ്യകൾ, വേറെ നമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വേറെ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ x = -b ± എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻസ് കാണാനാണെങ്കിൽ മാത്രം ഇവിടെ ക്വസ്റ്റ്യൻ p ഓഫ് 1 എത്ര എന്നാണ്. അതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? എക്സിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ 5 ഗുണിക്കണം 1² എന്നാണ്. അപ്പോൾ x² എന്നുള്ളതിന് 1² -3x എന്നാണ്. അപ്പോൾ 3 ഗുണിക്കണം x-ന് 1 -2. 5 ഗുണിക്കണം 1² 1² എത്രയാണ്? 2 അല്ല. കുറേ പേര് 2 വിചാരിക്കുന്നുണ്ട്, മാറണ്ട. 1² എന്ന് പറഞ്ഞാൽ 1 ഗുണിക്കണം 1 1 ആണ്. അപ്പോൾ 5 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 5 -3 ഗുണിക്കണം 1 3 -2. 5-ന്ന് 3 കുറച്ച് എത്ര? 2. ഈ 2-ന്ന് 2 കുറച്ചാലോ? 0. അപ്പോൾ p ഓഫ് 1 സമം 0. ഇനി p ഓഫ് എക്സിനെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അതേപോലെ സി ക്വസ്റ്റ്യൻ അതിൻ്റെ പരിഹാരങ്ങൾ എഴുതുക. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ
അതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനാണ് സി ക്വസ്റ്റ്യൻ. അതിൻ്റെ സൊല്യൂഷനാണ്. രണ്ടും നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ പോളിനോമിയൽ 5x² മൈനസ് 3x മൈനസ് 2, 5x² മൈനസ് 3x മൈനസ് 2 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് -b പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ അതിൽ എയും ബിയും സിയും ഒക്കെ എന്തായിരിക്കും? എ സമം x² കൂടെയുള്ള നമ്പർ 5, ബി സമം എന്താ വരിക? എക്സിൻ്റെ കൂടെയുള്ള നമ്പർ -3, സി സമം എക്സ് ഇല്ലാത്ത നമ്പർ -2. അപ്പോൾ ഈക്വൽ ടു മൈനസ്, ഈ മൈനസ് ഇവിടെ ഇട്ടു. ഇനി ബി എത്ര? -3. അപ്പോൾ അതിൻ്റെ മൈനസ് വേറെ ഉണ്ടാകും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² -3ൻ്റെ സ്ക്വയർ b² മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം a ഗുണിക്കണം c. 4 ഗുണിക്കണം a എത്രയാണ്? 5 ഗുണിക്കണം c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ഓൾ ഡിവൈഡഡ് ബൈ 2 ഗുണിക്കണം a 5. അപ്പോൾ സമം 2 മൈനസ് എന്തായി? +3 ആയി. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3ൻ്റെ സ്ക്വയർ 9. ഇനി ഇവിടെ -4 ഗുണിക്കണം 5 ഗുണിക്കണം -2. ഇതിൽ 2 സംഖ്യകളുടെ ചിഹ്നം മൈനസ് ആണെങ്കിൽ, ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ മാത്രം മൈനസ് ഉണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഒരെണ്ണത്തിൻ്റെ മാത്രമേ മൈനസ് ഉള്ളെങ്കിൽ ആൻസർ മൈനസ് ആണ്. ഇനി 3 എണ്ണത്തിൻ്റെയും മൈനസ് ആണെങ്കിലും ആൻസർ മൈനസ് വരിക. 2 എണ്ണം ഉണ്ടെങ്കിൽ ഏതെങ്കിലും 2 നമ്പറിന് മാത്രം മൈനസ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ എന്താകുള്ളൂ? പോസിറ്റീവ് ആകുള്ളൂ. അപ്പോൾ 4 ഗുണിക്കണം 5 20, 20 ഗുണിക്കണം 2 20, 2 എത്രയാണ്? 40 ബൈ 2 × 5 10. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 40 കൂട്ടിക്കഴിഞ്ഞാൽ 49 ഓൾ ഡിവൈഡഡ് ബൈ 10 സമം 3 പ്ലസ് ഓർ മൈനസ് 49 റൂട്ട് 9 ബൈ 10. ഇനി 2 ആൻസറുകൾ നമുക്ക് ചെയ്യാനുണ്ട്. എക്സ് സമം 3 പ്ലസ് 9 ബൈ 10. അപ്പോൾ 12 ബൈ 10. അത് വേണമെങ്കിൽ ഹരിച്ച് കഴിഞ്ഞാൽ 1.2 കിട്ടും. അല്ലെങ്കിൽ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് 6/5 എന്ന് കിട്ടും. ഏത് വേണമെങ്കിലും എഴുതാം. ഇനി അല്ലെങ്കിൽ എക്സ് സമം 3 മൈനസ് 9 ബൈ 10. 3 9 കുറച്ച് കഴിഞ്ഞാൽ -6 ബൈ 10. ചെറുതാക്കി കഴിഞ്ഞാൽ -3/5 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 2 ആൻസർ കിട്ടി. ഇത് രണ്ടുമായിരിക്കും അതിൻ്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ. 6/5 -3/5. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഗുണനഫലമായിട്ട് എഴുതാനുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ x - a × x - b ചെയ്ത അതേപോലെ ഉള്ള ആൻസറാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ x ഈക്വൽ ടു 6/5 ആണ്. ഇതിനെ ഒരുമിച്ച് ഈ സമത്തിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് വിടുന്നാൽ നിലവിൽ 6/5ൻ്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ അത് മൈനസ് ആക്കി എഴുതാം. അപ്പോൾ x - 6/5 ഇതൊരെണ്ണം. ഇനി രണ്ടാമത്തത് ഇവിടെ x ഈക്വൽ ടു -3/5 ആണ്. മൈനസിലെ നമ്പർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സമത്തിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് എഴുതുമ്പോൾ എന്ത് വരും? പ്ലസ് ആയി മാറും. അപ്പോൾ x + 3/5 ഇതാണ് അതിൻ്റെ ഗുണഫലമായിട്ട് എഴുതുന്ന ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ p of x x² - kx + 12 എന്ന് തന്നിട്ടുണ്ട്. അതിൽ x - 3 അതിൻ്റെ ഒരു ഫാക്ടറാണ്, ഒരു ഘടകമാണ് എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഘടകമാണെങ്കിൽ നമ്മൾ p of എത്രയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ x - 3 ആണെങ്കിൽ p of +3 ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഫാക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഘടകമാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയുള്ളൂ? ഘടകമാണ് അല്ലെങ്കിൽ ഫാക്ടർ ആണെന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെ p of 3 തുല്യമായത് എത്ര എന്നുള്ളതാണ് എ ക്വസ്റ്റ്യൻ. p of 3ൻ്റെ വാല്യൂ എത്ര എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 0 കിട്ടും, 0. ബി ക്വസ്റ്റ്യൻ കെയുടെ വില കാണുക. അപ്പോൾ ഇവിടെ x² - kx + 2 ആണ്. നമ്മൾ p of 3 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 കിട്ടണം. അതായത് എക്സിനൊക്കെ 3 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും വരിക. അപ്പോൾ x² - kx +
നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് 12. അപ്പോൾ അതിൽ എക്സിന് എന്ത് ചെയ്യുക, പി ഓഫ് 3 ഘടകമാണ്, ഫാക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനൊക്കെ 3 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ 3 സ്ക്വയർ മൈനസ് കെ ഗുണിക്കണം എക്സിന് 3 കൊടുത്തു പ്ലസ് 12 സമം 0. 3ൻ്റെ സ്ക്വയർ 9, കെ ഗുണിക്കണം 3 എത്ര വരിക, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് 3k പ്ലസ് 12 സമം 0 ആണല്ലോ. ഇനി 9ഉം 12, 9ൻ്റെ ചിഹ്നം പ്ലസ് ആണ്, 9ഉം 12 കൂട്ടിക്കഴിഞ്ഞാൽ 21 മൈനസ് 3k സമം 0. ഇവിടെ 21 3k കുറക്കാൻ പാടില്ല, കാരണം 3ൻ്റെ കൂടെ കെ ഉണ്ട്, 21ൻ്റെ കൂടെ കെ ഇല്ല, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ പ്ലസ് 21 സമത്തിൻ്റെ അപ്പുറത്ത് എഴുതി എന്ത് വരും, മൈനസ് 21. അപ്പോൾ ബാക്കിയുള്ളത് മൈനസ് 3k സമം മൈനസ് 21 വരും. മൈനസ് 3k മൈനസ് 21 ആണ്. അപ്പോൾ ഒരു കെ എങ്ങനെ കാണുക, ഈ മൈനസ് 21നെ ഇവിടെയുള്ള മൈനസ് 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ രണ്ട് സംഖ്യകൾ ഹരിക്കുക, ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താ, രണ്ടിൻ്റെയും സൈന് നെഗറ്റീവ് ആണെങ്കിൽ, മൈനസ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആയിരിക്കും, അതിൻ്റെ ചിഹ്നം പ്ലസ് ആയിരിക്കും. അപ്പോൾ 21 ഹരിക്കണം 3 എത്ര വരിക, 7. അപ്പോൾ ഇവിടെ കെൻ്റെ വാല്യൂ 7 എന്ന് കിട്ടും. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ, 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണഫലമായി എഴുതുക. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഈ ഇക്വേഷൻ ആദ്യം ഒന്ന് മാറ്റി എഴുതണം. എക്സ് സ്ക്വയർ മൈനസ് കെ എത്രയാണ്, പ്ലസ് 7 എക്സ് പ്ലസ് 12. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി മാറി. ഇനി ഇതിൻ്റെ ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു എത്ര വരിക, എക്സിനെ ഗുണിക്കുന്ന നമ്പറിൻ്റെ ചിഹ്നം മാറ്റി എഴുതുക, പ്ലസ് 7. എ ബി എത്ര എടുക്കും, എക്സ് ഇല്ലാത്ത നമ്പർ 12. അപ്പോൾ രണ്ട് സംഖ്യ കൂട്ടിയാൽ 7 ഗുണിച്ചാൽ 12 കിട്ടണം. ഏതൊക്കെ സംഖ്യ ഗുണിച്ചാലാണ് 12 കിട്ടുക, 3 × 4, അത് കൂട്ടിയാൽ 7 കിട്ടുന്നില്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി ഈക്വൽ ടു ഏതൊക്കെ കൊടുക്കാം, 3ഉം 4ഉം. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എക്സ് മൈനസ് എ എന്നുള്ളത് 3 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് ബി, ബി എന്നുള്ളത് 4 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 4. അപ്പോൾ അതിൻ്റെ രണ്ടാംകൃതി ബഹുപദങ്ങളുടെ ഗുണഫലമായി എഴുതി. ഇനി പി ഓഫ് എക്സ് എന്ന സമവാക്യത്തിൻ്റെ പരിഹാരങ്ങൾ, അതിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ കണ്ടെത്തിയതാണ്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് 3,4 എന്നുള്ള ആൻസർ എഴുതി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് തന്നെ ആയിരിക്കും ഏറെക്കുറെ നമുക്ക് എക്സാമിന് ഉണ്ടാവുക. ചിലപ്പോൾ നമ്പറുകൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, പി ഓഫ് 1 കാണാം, പി ഓഫ് 2 കാണാം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതേപോലെ ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണഫലമായിട്ട് എഴുതുക, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ള ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും SLC എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.